കൈത്താക്കാലം 7-ാം തിങ്കൾ. മാർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സുപ്രധാന കൽപ്പനകൾ. സീസറിന് നികുതി കൊടുക്കണമോ എന്നതിനും പുനരുദ്ധാനത്തെക്കുറിച്ചുമുള്ള യേശുവിൻ്റെ മറുപടിയിൽ ആകൃഷ്ടനായി ദൈവരാജ്യപ്രവേശനത്തിന് വേണ്ട സുപ്രധാന കൽപ്പന ഏതാണെന്ന് ഒരു ഫരിസേയൻ യേശുവിനോട് ചോദിക്കുന്നു. ആത്മാർത്ഥതയുള്ള ഒരു ചോദ്യമാണ് എന്ന് തോന്നിയതിനാൽ നിയമാവർത്തനം 6-ാം അധ്യായം 4-ലെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക എന്ന പ്രമാണത്തോടൊപ്പം ലേവ്യർ 19:18-ലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പ്രമാണവും കൂട്ടിച്ചേർത്ത് തുല്യപ്രാധാന്യമുള്ള ഒരൊറ്റ പ്രമാണമായി യേശുവിനെ അവതരിപ്പിക്കുന്നു. പ്രമാണങ്ങളിൽ വൈദഗ്ധ്യമുണ്ടായിരുന്ന ഫരിസേയൻ പോലും ദൈവപുസ്തകത്തിൽ അവൻ്റെ അവഗാഹത്തിൽ അത്ഭുതം പൂണ്ട് അവൻ്റെ ഉത്തരത്തിലുള്ള സംതൃപ്തി അറിയിക്കുന്നു. പിന്നീട് ആരും തന്നെ ചോദ്യങ്ങളുമായി അവനെ സമീപിക്കുന്നുമില്ല. ഒരാൾ ദൈവരാജ്യത്തിന് സമീപസ്ഥനാണെങ്കിൽ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവം ആത്മാവാകയാൽ മനുഷ്യൻ്റെ ആത്മാവുമായിട്ട് മാത്രമാണ് സംവദിക്കാൻ കഴിയുക. അത് ദൈവമുൻകൈ എടുക്കുമ്പോൾ നടക്കുന്ന പ്രവൃത്തിയാണ്. ദൈവം മനുഷ്യാത്മാവിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മനസ്സും ശരീരവും അത് ഏറ്റുവാങ്ങുകയും ഭാഷാവരം, പ്രവചനവരം, രോഗശാന്തിവരം തുടങ്ങിയ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ യേശു പ്രഘോഷിച്ച ദൈവരാജ്യത്തോട് അവർ ചേർന്ന് പ്രവർത്തിക്കുന്നവരായി മാറുകയും ചെയ്യും.